അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഭാര്യ ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവി, റഹ്മത്ത് ബിൻത് അഫ്റാസീം ഇബ്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മോന്റെ മോളാണത് റഹ്മത്ത് ബീവി, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. എത്ര സുബറോടുകൂടെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നത്. ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത കേട്ട നിങ്ങളോട് കൂടുതലായി സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത, ഞാനത് കേട്ട് കുറെ ഈ ചരിത്രം ഇങ്ങനെ ആലോചിച്ചു പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പക്കൽ നിന്ന് കുടുംബക്കാര് വേർപിരിഞ്ഞു പോയി. സമ്പത്തായ സമ്പത്തൊക്കെ തീർന്നുപോയി. അയൽക്കാരും വെടിഞ്ഞുപോയി. പലരും പല ഭാഗത്തേക്ക് പോയിട്ടും റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ മാറ്റമില്ലാതെ കുലുക്കമില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ തന്നെ ഉറച്ചു നിന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, ചെറുപ്പക്കാരികളോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നല്ല ക്ഷമാപൂർവം പരലോകത്തിന് വേണ്ടി ജീവിക്കണം. നിങ്ങള് ദുനിയാവിനെ ആശിച്ച്, ദുനിയാവിനെ മോഹിച്ച് വേറെ ഏതെങ്കിലും ആളുകൾ ജീവിക്കുന്ന ഏതെങ്കിലും വീഡിയോകൾ കണ്ട് ജീവിതം നിങ്ങൾ പറത്തിപ്പോയാൽ പരീക്ഷണം നിങ്ങൾക്ക് മതിയാകൂല. ദുനിയാവ് കൊണ്ട് മാത്രം മതിയാകൂല, ആഖിറത്തിലും പരീക്ഷണം ഏൽക്കേണ്ടി വരും. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അവരൊക്കെ പോയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല ഭർത്താവേ, ഞാൻ നിങ്ങളെ വേർപിരിയുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ പൊന്നുപോലെ നിങ്ങളെ പരിരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ആരില്ലെങ്കിലും അത് വിഷയമല്ല, ആര് തന്നെ കൂടൊഴിഞ്ഞു പോയാലും അത് പ്രശ്നമല്ല. അടുത്ത് കേട്ടെന്താ അറിയോ? ഒരാള് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നല്ല വീടൊക്കെ ഉണ്ടാക്കി, അയാൾക്ക് 4-5 മക്കളുണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചു കാലം വേണം ഇവിടെ നിൽക്കേണ്ടി വന്നപ്പോ ഗൾഫിലെ ജോലി പോയി. ഗൾഫില് ജോലി പോയപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോവാണ്. ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് ഗൾഫ് കണ്ടിട്ടാണോ ഈ ചെറുപ്പക്കാരനെ സ്വീകരിച്ചത്? സഹോദരങ്ങളെ, ഗൾഫിലെ ജോലി പോയപ്പോഴെങ്കിലും പെണ്ണ് പോയി. പെണ്ണ് പറഞ്ഞു, ഇനി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കണില്ല, നിങ്ങൾക്ക് ഞാൻ ഖുൽഉ തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യ അത്രയും തന്നിട്ട് നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ പോകാണ്, നിങ്ങളത് സ്വീകരിച്ചാൽ മതി. പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ആണുങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഖുൽഉ. ഞാൻ പറഞ്ഞു, തൊലാക്കല്ലിന്റെ ഒരു സംഗതി എനിക്കുണ്ടായില്ല, ഞാൻ ഇതിന് തൊലാക്കല്ലാണ്. പലരും പറഞ്ഞു, ആ പോയ പെണ്ണിന് തൊലാക്കില്ലേക്ക്. ഞാൻ തൊലാക്കല്ല, എന്റെ ഭാഗത്തുനിന്ന് സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്ക് ഇഷ്ടപ്പെടാതായിട്ടില്ല. അവൾക്ക് സൗകര്യം കുറഞ്ഞു പോയതിന്റെ പേരിലല്ലേ. അവളായിട്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവായിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ പെണ്ണ് അതും സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചത്, സാമ്പത്തിക സ്രോതസ്സുകളും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ കൂടുവിട്ടുപോയിട്ട് ഒറ്റക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ, അവരെ പോലെ നിങ്ങൾ ജീവിക്കണം സ്നേഹത്തോടെ. ആ സ്നേഹത്തിന് അല്ലാഹു തആല അവർക്ക് പകരം സമ്മാനം കൊടുത്തു. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ, എത്ര കഷ്ടപ്പാട് നിങ്ങൾ സഹിച്ചാലും അല്ലാഹു തആലാന്റെ പേരിൽ നിങ്ങൾ സഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഒരു ചെറിയ ചോദ്യമെങ്കിലും ചോദിച്ചൂടെ? അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, ഒരു ചെറിയ വിഷമം എന്നെ സ്പർശിച്ചിട്ടുണ്ട്. നീ അർഹമുർ റാഹിമീനാണല്ലോ, കരുണാവാരിധിയാണല്ലോ.
അല്ലാഹു തആല ഉടനെ തന്നെ ഉത്തരം ചെയ്തു. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് താമസിച്ചിട്ടില്ല. ഉടനെ ഉത്തരം ചെയ്തിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അയ്യൂബ് നബിയെ, ഉർക്കുദു ബിരിജിലിക്, നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളൊന്ന് നിലത്ത് ചവിട്ടണം. ചവിട്ടുമ്പോ അവിടുന്ന് നല്ല ഉറവ പൊട്ടി ഒഴുകി വരും. ആ പൊട്ടി ഒഴുകി വരുന്ന ഉറവയിൽ നിന്ന് വെള്ളമെടുത്ത് നിങ്ങൾ ശരീരത്തിൽ ഒഴിക്കണം. നിങ്ങളെ നല്ല സെറ്റപ്പുള്ള ബോഡി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. എന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വബർ ചെയ്തല്ലോ, ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. സ്വന്തമായി നിങ്ങൾ ചോദിച്ചതല്ല, ഭാര്യ ആവശ്യപ്പെട്ടപ്പോ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതല്ലേ. എത്ര കാലം നിങ്ങൾ ക്ഷമിക്കാനും ഒരുക്കമാണല്ലോ. അങ്ങനെ അതാ കാലുകൊണ്ടൊരു ചവിട്ടിയപ്പോ നല്ല തെളിനീരിങ്ങനെ ഒഴുകി വന്നപ്പോ അതിൽ നിന്ന് മുക്കി ശരീരത്തിൽ ഒഴുക്കിയപ്പോ നല്ല ഭംഗിയുള്ള ശരീരം വന്നു. ഒരു കല പോലും കാണാനില്ല, ഒരു ക്ഷീണം പോലും പറ്റിയത് അറിയാനില്ല. وَوَهَبْنَا لَهُ أَهْلَهُ وَمِثْلَهُم مَّعَهُمْ رَحْمَةً مِّنَّا وَذِكْرَىٰ لِأُولِي الْأَلْبَابِ. കുടുംബക്കാരെയും അയൽക്കാരെയും സമ്പത്തും നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഓശാരമായി കൊടുത്തു. എന്തിന്? ദിക്റാ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചിന്തിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണം വരുമ്പോ ഒരു പരാതിയും പെടാതെ അള്ളാഹുവിലേക്ക് സ്വബർ ചെയ്യുക, പടച്ച റബ്ബിലേക്ക് ചോദിക്കുക. മറ്റൊരാളോട് ശിക്കായത്ത് പറയാതെ അള്ളാഹ് എന്നെ കുടുക്കി കളഞ്ഞു, അള്ളാഹു എന്നെ ചതിച്ചു കളഞ്ഞു, ഞാൻ പടച്ചവനോട് എന്ത് തെറ്റാ ചെയ്തത്, എന്നെ മാത്രം എന്തിനാ അങ്ങനെ പരീക്ഷിക്കണത് എന്ന ആവലാദികളൊന്നും പറയാതെ, നീയല്ലേ അള്ളാഹുവേ തന്നത്, നീ തന്നത് ഞാൻ സ്വീകരിക്കുന്നു, ഞാനതിൽ ക്ഷമിക്കുന്നു, ഞാനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിന്റെ ഖളാ അല്ലാതെ ഇവിടെ നടക്കില്ലല്ലോ. ക്ഷമാപൂർവം മുന്നോട്ട് നീങ്ങിയപ്പോ കുടുംബത്തെ തിരിച്ചു കൊടുത്തു, അയൽക്കാരെ മടക്കി കൊടുത്തു, സമ്പത്ത് നേരത്തെ ഉള്ളതിനേക്കാളും കൊടുത്തു. റഹ്മത്ത് ബിൻത് അഫ്റാസി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് എത്ര സന്തോഷപൂരിതമായി. അതുകൊണ്ട് ഉമ്മമാരെ, പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അള്ളാഹു നോക്കുന്നത് ഇവൻ അബ്ദുൽ ഹവയാണോ അതല്ല അബ്ദുൽ ഇലാഹാണോ, അള്ളാഹുവിന്റെ അടിമയാണോ അതല്ല സ്വന്തം തടീച്ചക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണോ. ഈ ഒരു പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അവിടെ തോറ്റുപോകരുത്. അവൻ പിന്തുടരപ്പെടുന്ന തടീച്ച അത് മനുഷ്യനെ തകർക്കും, നാശത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സിലെന്ത് പൂതി വന്നാ